അമേരിക്ക പോലും ഭയക്കുന്ന ഏകാധിപതി. ഈ ഏകാധിപതിയെ ഇനി ഏതെങ്കിലും രാജ്യം തൊട്ടുകഴിഞ്ഞാൽ ലോകം സമ്പൂർണ്ണമായി നശിപ്പിച്ചിട്ടേ ഇയാൾ അടങ്ങൂ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നമുക്കറിയാം റഷ്യയുടെ ഡെഡ് ഹാൻഡ്, അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടക്കമുള്ളവർ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ റഷ്യയിൽ ഡെഡ് ഹാൻഡ് എന്ന് പറഞ്ഞ ഒരു ഫെസിലിറ്റി അത് ഉടൻ തന്നെ ആക്ടിവേറ്റ് ആകും. ഇതിന് ഒരു കമാൻഡിന്റെ ആവശ്യമില്ല, ഇതിന് ഒരു സൈനിക മേധാവിയുടെ ഒരു കമാൻഡ് ഒന്നും തന്നെ ലഭിക്കേണ്ട കാര്യമില്ല. ഇത് ഉടനെ തന്നെ ആക്ടിവേറ്റ് ആയി റഷ്യയിൽ സൂക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ റഷ്യ സെറ്റ് ചെയ്തിരിക്കുന്ന ആണവായുധങ്ങൾ, റഷ്യ സെറ്റ് ചെയ്തിരിക്കുന്ന ലോക രാജ്യങ്ങളിലേക്ക് പറന്നിറങ്ങി യൂറോപ്പിനെയും അമേരിക്കയെയും അടക്കമുള്ള രാജ്യങ്ങളെ നശിപ്പിക്കുമെന്നുള്ളതാണ് ഈ ഫെസിലിറ്റിയുടെ പ്രത്യേകത. ഇപ്പോഴിതാ സമാനമായിട്ടുള്ള രീതിയിൽ കിം ജോങ് ഉൻ കൊല്ലപ്പെട്ടാൽ ആണവ ആക്രമണം നടത്തുമെന്ന നയം ഉത്തര കൊറിയ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. ഇറാനിലെ പരമോന്നത നേതാവ് അലി ഖമേനിയെയും നിരവധി മുതിർന്ന ഉപദേഷ്ടാക്കളെയും ഉൾപ്പെടെ ഉന്നത നേതാക്കളെ US ഇസ്രായേൽ സൈനിക നടപടികളിൽ വധിച്ചതിന് മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കിം ജോങ് ഉൻ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നത്. നമുക്കറിയാം വടക്കൻ കൊറിയ നേതാവാണ് കിം ജോങ് ഉൻ. ഈ കിം ജോങ് ഉന്നിന് ആക്രമണത്തിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്താൽ യാന്ത്രിക ആണവ ആക്രമണം നിർമ്മിക്കുന്നതിനായി ഉത്തര കൊറിയ തങ്ങളുടെ ആണവ നയം പരിഷ്കരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. മാർച്ച് 22-ന് പോങ്യാങ്ങിൽ നടന്ന ഉത്തര കൊറിയയുടെ 15ാമത് സുപ്രീം പീപ്പിൾസ് അസംബ്ലിയുടെ ആദ്യ സെഷനിലാണ് ഭരണഘടനാ ഭേദഗതി അംഗീകരിച്ചതെന്ന് ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു. മാറ്റങ്ങളുടെ വിശദാംശങ്ങൾ വ്യാഴാഴ്ച നാഷണൽ ഇന്റലിജൻസ് സർവീസ് മുതിർന്ന ദക്ഷിണ കൊറിയൻ ഉദ്യോഗസ്ഥരുമായി പങ്കിട്ടു എന്നും റിപ്പോർട്ടുകൾ വരുന്നു. പുതുക്കിയ നിയമപ്രകാരം രാജ്യത്തിന്റെ ആണവായുധ ശേഖരത്തിന്റെ തലവൻ കിം ജോങ് ഉൻ തന്നെയാണ്. എന്നാൽ നേതൃത്വത്തെ ലക്ഷ്യം വെച്ചാൽ എങ്ങനെ പ്രതികാരം ചെയ്യുമെന്ന പുതിയ വ്യവസ്ഥകൾ ഇപ്പോൾ ഔദ്യോഗികമായി നിർവചിക്കുന്നു. ശത്രുസേനയുടെ ആക്രമണങ്ങളാൽ രാജ്യത്തിന്റെ ആണവ സേനകളുടെ മേലുള്ള കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനം അപകടത്തിലായാൽ ഒരു ആണവ ആക്രമണം യാന്ത്രികമായും ഉടനടിയും ആരംഭിക്കും. ഉത്തര കൊറിയയുടെ ആണവ നയ നിയമത്തിലെ പുതുക്കിയ ആർട്ടിക്കിൾ 3 റിപ്പോർട്ട് ഇപ്രകാരമാണ് പറയുന്നത്. US ഇസ്രായേൽ സൈനിക നടപടികളിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയും നിരവധി മുതിർന്ന ഉപദേഷ്ടാക്കളും ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ഈ നടപടി. ഈ നയം നേരത്തെ തന്നെ നിലവിലുണ്ടായിരുന്നിരിക്കാമെങ്കിലും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതിലൂടെ ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്ന് കുക്മിൻ സർവകലാശാലയിലെ പ്രൊഫസർ ആൻഡ്രി ലാംഗോ അടക്കമുള്ളവർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ്.